നിങ്ങളൊരു സിനിഫൈലാണോ? ഞാനാണ്. സിനിമാ മോഹം തലയ്ക്ക് പിടിച്ചൊരു 90% ആൾക്കാരെങ്കിലും നമുക്ക് ചുറ്റും ഉണ്ടാവും. ഈ സിനിമാ പ്രാന്ത് എൻ്റെ തലയിൽ കയറി എന്നാണ് എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പോകാൻ ശ്രമിച്ചു, പക്ഷേ ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. സിനിമയെ ഈ അഭിനയമോഹികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? അവർക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, റെഫറൻസ് എടുക്കാം, സ്വയം ഇംപ്രവൈസ് ചെയ്യാം, എന്ത് വേണം ചെയ്യാൻ പറ്റും. പക്ഷേ അഭിനയിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ക്യാമറേൻ്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ, നാലാൾ കൈയടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറുതായിട്ടെങ്കിലും എന്തോ ഒരു കഴിവ് എവിടെ ഉണ്ട് അല്ലേ? ഈ ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? കൺസിസ്റ്റൻസി. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സെൽഫ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ 1/10 എങ്കിലും നമ്മളാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വെറും പ്രോബബിലിറ്റി മാത്രം കേട്ടോ. ഞാൻ ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ ആദ്യമായിട്ട് പോയത് കാസർഗോഡാണ്, ഒരു വെബ് സീരീസിൻ്റെ ഓഡീഷൻ. അന്ന് എനിക്ക് 20 വയസ്സാണ്. ഞാൻ രാവിലെ എണീറ്റ് പോകുന്നു, ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നു. സെയിം ടൈം തന്നെ എനിക്ക് ഒരു സിനിമയുടെ ഓഡീഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനും പോയി. ഞാൻ രണ്ടിനും സെലക്റ്റഡ് ആയി. അപ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യും? സിനിമ ചൂസ് ചെയ്യും, വെബ് സീരീസ് ചൂസ് ചെയ്യും? സിനിമ ചൂസ് ചെയ്യുള്ളൂ. അതങ്ങനെയാണല്ലോ. സിനിമയിൽ ചെറിയ റോളോ വലിയ റോളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സിനിമയിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും കളഞ്ഞ് അതിലേക്ക് പോകും. സിനിമയുടെ ഷൂട്ട് കൊടുക്കുന്ന തലേന്ന് രാത്രി ഞാൻ തള്ളിക്കയറിപ്പോയി അങ്ങോട്ട്. അവിടെ പോയപ്പോൾ എൻ്റെ പോലെ 2 പേരും കൂടെ ഉണ്ട് അവിടെ. ഭയങ്കര സിനിമാ മോഹമൊക്കെ തലയ്ക്ക് പിടിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് ഓഡീഷന് സെലക്ട് ആയതാണ്. കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഒന്ന്. ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. ക്ഷീണം ഉണ്ടായിരുന്നു, യാത്രാ ക്ഷീണം ഉണ്ടായിരുന്നു. കിടന്നുറങ്ങാമെന്ന് വെച്ചു. കിടന്നുറങ്ങിയാലാണല്ലോ നാളെ എനർജി ആയിട്ട് സെറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് സിനിമ എന്നുള്ള സാധനം. അത് ഉള്ളിൽ കിടന്ന് എത്ര കിടന്നിട്ടും ഉറക്കം വരില്ല, എത്ര കണ്ണടച്ച് നോക്കിയിട്ടും ഉറക്കം വരില്ല. നാളത്തെ ദിവസം ക്യാമറ, ഓഡീഷൻ സെലക്ട് ആയതും പിന്നെ മൊമെൻ്റ് തരുന്നു, ഫോട്ടോ എടുക്കുന്നു, അതൊക്കെ നമ്മൾ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ ഉറങ്ങാൻ പറ്റുക? നമ്മൾ പണ്ട് കോളേജ് ടൂറൊക്കെ പോലെ, സ്കൂൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ തലേന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ലല്ലോ. പിറ്റേ ദിവസത്തെ ആ ഒരു സാധനം ആലോചിച്ചിട്ട് അങ്ങനെ എനിക്കും ഉറക്കം വന്നില്ല. എങ്ങനെയൊക്കെയോ കിടന്ന് ഇത്തിരി നേരം കണ്ട് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നേരെ സെറ്റിലേക്ക് പോയി പൂജ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നത് അവിടെ. ആ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.